ഒന്നാമത്തെ ഒരു ചോദ്യം, ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകമാകുന്നത്? 1 പരീക്ഷണ രീതി, 2 അഭിമുഖം, 3 കേസ് സ്റ്റഡി, 4 നിരീക്ഷണ രീതി. നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലാകും. ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ടീച്ചർക്ക് സഹായകമാകുന്ന രീതി ഏതാണ്? കേസ് സ്റ്റഡിയാണ്. ഇത് മൂന്നും നമുക്കൊന്ന് നോക്കിപ്പോകാം. പരീക്ഷണ രീതി ക്വാണ്ടിറ്റേറ്റീവ് രീതിയാണ്. എക്സ്പെരിമെന്റൽ രീതി എന്ന് പറയും. 1 2 രീതികൾ പരസ്പരം താരതമ്യം ചെയ്ത് പരീക്ഷിച്ച് നോക്കി അതിന്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്ന രീതിയാണ് പരീക്ഷണ രീതി. അതും നടത്താവുന്ന, കുട്ടിയെ അറിയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സ്പെരിമെന്റൽ രീതി. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ ഒരു അനാലിസിസ് ഒക്കെ വേണ്ടി വരും. 2 അഭിമുഖമാണ്. അഭിമുഖം ഇന്റർവ്യൂ ആണ്, അത് നമ്മൾ പറഞ്ഞു. പലതരത്തിലുള്ള അഭിമുഖത്തിലൂടെ കുട്ടിയെ മനസ്സിലാക്കാം. നിരീക്ഷണ രീതി ഒബ്സർവേഷൻ ആണ്. ഇതിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് കേസ് സ്റ്റഡിയാണ്. ഇതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് ചോദ്യങ്ങൾ ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിലായിരിക്കും. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ഇതിന്റെ വിശകലനം ചെയ്തിട്ട് ഈ നമ്മുടെ തന്നിരിക്കുന്ന ഉത്തരങ്ങളെ കൂടി, ഓപ്ഷൻസിനെ കൂടി ഒന്ന് അനലൈസ് ചെയ്യണം. മെത്തേഡ് ഓഫ് അവോയ്ഡൻസും നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. ഓരോന്നും നോക്കിയിട്ട് അത് ഇവിടെ പറ്റുമോ പറ്റില്ലേ എന്ന് ചിന്തിച്ച് അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്താൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു രീതിയും ഉണ്ട്. അങ്ങനെ കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ബുദ്ധിശക്തി വളരെയധികം ബന്ധമാണ് സമജാത ഇരട്ടകളിൽ. അപ്പൊ അത് ഇതിൽ ഏതായിരിക്കും അതിന്റെ ഉത്തരം? വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണോ? വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു? വികസനത്തെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു? വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു? സമജാത ഇരട്ടകളാണ്. അവരുടെ ബുദ്ധിശക്തിയിൽ അവരുടെ പാരമ്പര്യ ഘടകങ്ങളാണ് ഉറപ്പായിട്ടും ബാധിക്കുക. സോ ആൻസർ ഈസ് ബി, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അടുത്ത ചോദ്യം, ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു. അതാണ് വികാസ തത്വങ്ങൾ. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെ ആയിട്ട് ബന്ധിച്ചിരിക്കുന്നു. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തും. അപ്പൊ ഇവ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിന് ഉത്തരം ഏതായിരിക്കും? പ്രവചനീയമാണ് എന്നുള്ളതാണോ? പ്രെഡിക്റ്റബിൾ, അല്ലെങ്കിൽ പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു, ഗതി നിയമം പാലിക്കുന്നു. അത് സെഫാലോപോഡൽ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. വികാസം അനുസ്യൂതമാണ്, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ്. ഒന്ന് കഴിഞ്ഞ് ക്രമമായി തുടർച്ചയായി സംഭവിക്കുന്നതാണ്. അതാണ് അനുസ്യൂതമാണ്. ഇതിലേതായിരിക്കും ഇവിടെ പ്രയോജനപ്പെടുക? ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ കഴിയുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം ഏതാണ്? 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച അക്ഷരങ്ങൾ എഴുതാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു 5 വയസ്സാകുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് പഠന അന്തരീക്ഷമാണോ അതിനെ ബാധിക്കുന്നത്? പഠന വേഗമാണോ? പഠന ശൈലിയാണോ? പഠനത്തിനുള്ള പരിപക്വനമാണോ? 3 വയസ്സുള്ള കുട്ടിയും 5 വയസ്സുള്ള കുട്ടിയും താരതമ്യം ചെയ്താൽ അവന് കുറച്ചുകൂടെ പക്വത എത്തുന്നു 5 വയസ്സിൽ, അല്ലെ? അപ്പൊ 5 വയസ്സാകുമ്പോൾ അവന് അക്ഷരങ്ങൾ ശരിയായി പെൻസിൽ പിടിച്ച് എഴുതാൻ കഴിയും. അപ്പോൾ കുട്ടിയുടെ പരിപക്വനം അല്ലെങ്കിൽ മച്യൂരിറ്റി അവന്റെ ലേണിങ്ങിനെ ബാധിക്കുന്നുണ്ട്, അവന്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. പക്വനവും പഠനവും തമ്മിൽ ബന്ധമുണ്ട്. സോ ഇവിടെ നമുക്ക് ഉത്തരം ബി ആണ്. പഠനത്തിനുള്ള പരിപക്വനമാണ് ഇതിന് കാരണം എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് ഉത്തരത്തിലെത്താവുന്നതാണ്. അടുത്തത് 5ാമത്തത്, കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേയൊരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണത്? ഇത് പറയുമ്പോൾ കാതറിൻ ബ്രിഡ്ജസിനെ കുറിച്ച് ഒന്ന് നോക്കാം. കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് കാനഡക്കാരിയായ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അവര് ഇൻഫന്റ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ഇൻഫൻസി.
അത് ശരിക്കും ഇമോഷണൽ റെസ്പോൺസസ് അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് ഇമോഷണൽ റെസ്പോൺസസ് ലൈക്ക് ഡിസ്ട്രസ്, എക്സൈറ്റ്മെന്റ്, അതെല്ലാം സ്പെസിഫിക് ആയിട്ട് ആദ്യം ജനറലിൽ നിന്നും പിന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ജനറൽ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക, അതിനുശേഷമേ സ്പെസിഫിക് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുകയുള്ളൂ. ഇതും ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നവജാത ശിശുക്കള് ഒരേ ഒരു വികാരം മാത്രം, അന്നേരം പ്രസവിച്ച കുട്ടികൾ കരയുകയും പെട്ടെന്ന് ഞെട്ടി പേടിക്കുകയും ഒക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. അവർക്ക് ക്രോധം എന്ന് പറയുന്ന ഒരു വികാരം അത് ഇന്നതാണ്, ദേഷ്യം വരേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കുന്നില്ല, വെറുപ്പുണ്ടാകുന്ന കാര്യമാണെന്ന് അറിയുന്നില്ല, വിക്ഷോഭം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയുന്നില്ല. അവർക്കുള്ള ആകെ ഒരേ ഒരു വികാരം എന്തായിരിക്കും? ഭയം മാത്രമായിരിക്കും. സോ തുടക്കത്തിലുള്ള ആ ഒരേ ഒരു വികാരം ഭയമാണ്. ആൻസർ ഈസ് എ, ഭയം.